ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അടിപൊളിയായിട്ടുള്ള പാക്കാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനിപ്പോൾ ഇവിടെ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ട് വിശ്വാസമായെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു കുക്കുംബറാണ്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ കക്കിരിക്ക, നമ്മൾ സാലഡിൽ ഉപയോഗിക്കുന്ന കക്കിരി ഇല്ലേ, അതാണ് കേട്ടോ. അതൊരു ചെറിയ പീസ് മാത്രം മതി. അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ ഒരു ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടല്ലോ, ഈ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന ആ ഒരു ചെറിയ ജാറ്, ആ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. വെള്ളമൊന്നും ഇട്ട് അടിക്കരുത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ കുക്കുംബറിൻ്റെ വെള്ളമാണ് വേണ്ടത്. കുക്കുംബർ എന്നിപ്പം പറയുന്നേരം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ആ സാധനം എന്ന്. നമ്മൾ സാലഡിലിടുന്ന കക്കിരിക്ക എന്ന് പറയും, വെള്ളരിക്ക അല്ല കേട്ടോ, കക്കിരിക്ക. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആ ഒരു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് അതിൻ്റെ വെള്ളം കിട്ടും. അപ്പോൾ ഇത് ആ ഒരു ചെറിയൊരു കക്കിരിക്ക ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതിലൂടെയോ അരിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കക്കരിക്ക നന്നായി കഴുകിയെടുക്കണം. അതിലെന്തെങ്കിലും മരുന്നെല്ലാം ഉണ്ടെങ്കിൽ പോക്കി കളയണം. നന്നായി കഴുകിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പാല് എന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആൽമണ്ടിൻ്റെ ഓയിലാണ്. ആൽമണ്ട് ഓയിൽ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലും കൂടി ഇട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ വെള്ളത്തിൽ ഒഴിച്ചാൽ മിക്സ് ആവില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ഇനി നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിൻ്റെ പകരം നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആദ്യം 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആവില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് അത് കിട്ടുക. പിന്നെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതൽ ടൈറ്റായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റേത് ഇപ്പോൾ ഇവിടെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കൈകളിലും കഴുത്തിലും എല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ മുഖമെല്ലാം ഒന്ന് സോപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ടോ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു 2 ദിവസമെല്ലാം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10-25 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടൂ. പിന്നെ ഞാൻ എല്ലാ ഫേസ് പാക്കിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് 2 മിനിറ്റ് മസാജ് ചെയ്യണം എന്നുള്ളത്. മസാജ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മുഖത്ത് നമ്മൾ എത്രത്തോളം മസാജ് കൊടുക്കുന്നു അത്രത്തോളം ഗുണം, അല്ലാണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. ഇല്ലയെന്നാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഫേസിൽ കാണിക്കാത്തതിൻ്റെ റീസൺ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരിപ്പൊടിയോ അല്ല കക്കിരീൻ്റെ വെള്ളമോ നമ്മുടെ മുഖത്തേക്ക് തട്ടിയത് കൊണ്ട് ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമോ വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ മുഖത്തിടാൻ വേണ്ടി പേടിക്കേണ്ട. പിന്നെ വല്ല അലർജി ഉള്ളവരാണെങ്കിൽ ഇതെല്ലാം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നല്ലോണം അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആയതിനു ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആദ്യം നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ കൈയിൻ്റെ സ്കിന്നിനേക്കാളും വളരെ നൈസായിട്ടുള്ളൊരു സ്കിന്നാണ് നമ്മളെ ഫേസിലുള്ളത്. അപ്പോൾ കൈക്ക് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫേസിൽ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത്. ഒറ്റ യൂസ് തന്നെ നല്ലൊരു നിറം വരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം മാത്രമേ ചെയ്യാവൂ. കാരണം അരിപ്പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അരിപ്പൊടി ചെറുങ്ങനൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്നും നമ്മുടെ മുഖം സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട്. എൻ്റെ 2 കൈയും തമ്മിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക്, ഞാൻ തുടക്കം വരെ ചെയ്തിട്ടില്ല, വെള്ളത്തോടു കൂടി തന്നെ കാണിച്ചു തരാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. എന്തെങ്കിലും അലർജി ഉള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്തിടുക കേട്ടോ.
പ്രത്യേകിച്ച് ഇതിൽ അലർജി ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്, കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്നിട്ട് അറിയിക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.